ഫ്രണ്ട്സ്, എൻ്റെ പേര് ഗൗരി. ഞാൻ എഡ്യൂക്കേഷൻ സെൻറ്റർ ഫോർ നോളജിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റായ ഗ്ലിംസസ് ഓഫ് ഗ്രീനിലെ ഫസ്റ്റ് ചാപ്റ്ററായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഇതിൻ്റെ ഓതർ റസ്കിൻ ബോണ്ട്. ഒരു പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു ആൺകുട്ടിയുടെ അനുഭവങ്ങളാണ് റസ്കിൻ ബോണ്ട് ഇതിലൂടെ നമ്മളിലേക്ക് പങ്കുവെക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഓതർ റസ്കിൻ ബോണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. Ruskin Bond was born on 19 May 1934. He is an Indian author of British descent. His father was an officer at Royal Air Force. He wrote his first novel, The Room on the Roof, at the age of 17. റസ്കിൻ ബോണ്ട് ജനനം 1934 മെയ് 19. അദ്ദേഹം ഒരു ഇന്ത്യൻ ഓതറാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ റോയൽ എയർഫോഴ്സിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ ദ റൂം ഓൺ ദ റൂഫ് അദ്ദേഹത്തിൻ്റെ 17ാം വയസ്സിലാണ് രചിച്ചത്. ഇറ്റ് ഗോട്ട് ജോൺ ലെവ്ലിൻ റൈസ് പ്രൈസ് ഇൻ 1957. 1957 ജോൺ ലെവ്ലിൻ റൈസ് പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് വാസ് ദ ആംഗ്രി റിവർ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുട്ടികൾക്കായുള്ള പുസ്തകമായിരുന്നു ദ ആംഗ്രി റിവർ. In 1992, he received the Sahitya Academy Award for his short story collection, Our Trees Still Grow in Dehra. 1992 അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. He was awarded the Padma Shri in 1999 for his contribution to children's literature. കുട്ടികൾക്കായുള്ള സാഹിത്യത്തിന് അദ്ദേഹത്തിന് 1999 പത്മശ്രീ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഹി ഗോട്ട് ദ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇൻ 2017. 2017 അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഹി നൗ ലീവ്സ് വിത്ത് ഹിസ് അഡോപ്റ്റഡ് ഫാമിലി ഇൻ ലാൻഡോർ നിയർ മുസോറി. മുസോറിക്കടുത്തുള്ള ലാൻഡോറിൽ അദ്ദേഹം ഇപ്പോൾ അഡോപ്റ്റഡ് ഫാമിലിയോടൊപ്പം താമസിക്കുന്നു. Nature is for all living beings. Man should live in harmony with nature. Being one with nature is always mesmerizing. Have you ever got a chance to spend your leisure time with nature? Let's read how a boy experienced the blended with the essence of nature. Adventures in a banyan tree. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly, because grandfather at the age of 65 could no longer climb it. Grandmother used to tease him about this and would speak a certain Countess of Desmond, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arcs, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in valley at the foot of Himalayas. ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പരിസരവുമെല്ലാം മുത്തച്ഛൻ്റെ സാമ്രാജ്യമായിരുന്നു. എന്നാൽ പ്രൗഢിയോടെ നിന്നിരുന്ന ആൽമരം എൻ്റേതായിരുന്നു. കാരണം 65ാം വയസ്സിൽ മുത്തച്ഛന് അതിൽ കയറാനാവില്ലായിരുന്നു. ഇതിൻ്റെ പേരിൽ മുത്തശ്ശനെ പലപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു. 117 വയസ്സുവരെ ജീവിച്ച ഒരു ഇംഗ്ലീഷ് വുമണിനെ കുറിച്ച് പറയുമായിരുന്നു. അവർ ആ ആപ്പിൾ മരത്തിൽ കയറിയില്ലായിരുന്നെങ്കിൽ അവർ ഇപ്പോഴും ജീവിച്ചേനെ. അതൊരു വാർണിംഗ് ആയിട്ട് കൂടി മുത്തശ്ശനെ ഓർമ്മപ്പെടുത്തുകയാണ് മുത്തശ്ശി എപ്പോഴും. പടർന്നു നിൽക്കുന്ന ആലിൻ കൊമ്പുകൾ മണ്ണിലേക്ക് വളഞ്ഞു നിൽക്കുന്നു. വേരുറപ്പിച്ച്, അതായത് നല്ല ആർക്കൊക്കെ പോലെ കമാനങ്ങളുടെ കുറുക്കുവഴികൾ തീർത്തിരുന്നത് എനിക്ക് അതിരില്ലാത്ത സന്തോഷം പ്രദാനം ചെയ്തിരുന്നു. ആൽമരത്തിന് വീടിനേക്കാൾ പ്രായമുണ്ടായിരുന്നു. മുത്തശ്ശനേക്കാളും പ്രായമുണ്ടായിരുന്നു. ഹിമാലയൻ താഴ്വരയിൽ സ്വസ്ഥമായി നിലകൊണ്ടിരുന്ന ഡെഹ്റ പട്ടണത്തോളം പ്രായമുണ്ടായിരുന്നു ആ ആൽമരത്തിന്. My
My first friend and familiar was a small grey squirrel. Arching his back and sniffing into the air, he seemed at the first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, he became friendlier. എൻ്റെ ആദ്യത്തെ ചെങ്ങാതി ഒരു തവിട്ട് നിറമുള്ള ഒരു അണ്ണാനായിരുന്നു. അന്തരീക്ഷത്തിൽ മണം പിടിച്ച് അവൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറിയതിൻ്റെ എതിർപ്പ് അവൻ ആദ്യമൊക്കെ പ്രകടിപ്പിക്കുമായിരുന്നു. പിന്നെ എൻ്റെ കൈവശം തെറ്റാലിയോ എയർഗണ്ണോ ഇല്ലെന്ന് കണ്ടപ്പോൾ അവൻ എന്നോട് സൗഹൃദവാനായി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. ഞാൻ അവന് കേക്കും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുമായിരുന്നു. അവൻ കൂടുതൽ ധൈര്യവാനായി. പിന്നെ അവൻ എന്നോട് കൂടുതൽ അടുത്തു. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ വരെ അവൻ എടുക്കാൻ തുടങ്ങി. Before long he was delving into my pockets and helping himself to whatever he could find. He was a very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. അധികം വൈകാതെ തന്നെ അവൻ എൻ്റെ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനും അത് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കഴിക്കാനും തുടങ്ങി. അവനൊരു ചെറുപ്രായത്തിലുള്ള അണ്ണാനായിരുന്നു. ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും അവനൊരു തന്നിഷ്ടക്കാരനും മണ്ടനുമാണെന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. കാരണം ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നത് കൊണ്ട്. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. വസന്തകാലത്ത് ആൽമരത്തിൽ ചുവന്ന പഴങ്ങൾ നിറയുമ്പോൾ എല്ലാത്തരം പക്ഷികളും ആലിൻ കൊമ്പുകളിലേക്ക് പറന്നെത്തുമായിരുന്നു. അടിഭാഗം ചുമന്ന ബുൾബുളും ഉന്മേഷവാന്മാരും ആർത്തിയുള്ളവരും ചിലപ്പന്മാരുമായ റോസ്റ്റി പാസ്റ്റേഴ്സും തത്തകളും കാക്കകളും സദാസമയം തമ്മിൽ കശപിശ കൂട്ടിക്കൊണ്ടേയിരിക്കും. പഴങ്ങളുടെ കാലത്ത് വഴിയിലെ ഏറ്റവും ശബ്ദമുഖരിതമായ ഇടമായിരുന്നു ആൽമരം. Halfway up the tree I had built a small platform on which I would often spend the afternoons when it wasn't too hot. I could read there, propping myself up against the bole of the tree with cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up of my bag of very mixed reading. അധികം ചൂടില്ലാത്ത സമയങ്ങൾ ചിലവിടാനായി ഞാൻ മരത്തിൻ്റെ പകുതി ഉയരത്തിൽ ഒരു തട്ട് തയ്യാറാക്കി. ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്ത കുഷ്യനുകളുമൊക്കെ അവിടെ ചാരി വെച്ച് എനിക്കതിൽ ചാരിയിരുന്ന് വായിക്കാൻ സാധിക്കുമായിരുന്നു. ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ്, അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതെല്ലാം വായിച്ച് ഞാൻ അവിടെ ഇരിക്കാറുണ്ടായിരുന്നു. When I did not feel like reading, I could look down through the banyan leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with a fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. Usually nothing very exciting happened while I was in the banyan tree, but on one particular afternoon I had enough excitement to last me through the summer. വായിക്കാൻ താല്പര്യമില്ലാത്ത സമയങ്ങളിൽ ഞാൻ മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ താഴേക്ക് നോക്കും. മുത്തശ്ശി
തുണികൾ വിരിക്കുന്നതോ തിരിച്ചെടുക്കുന്നതോ, അല്ലെങ്കിൽ പഴക്കച്ചവടക്കാരനുമായി പാചകക്കാരൻ വഴക്കടിക്കുന്നതോ, തൻ്റെ പൂന്തോട്ടത്തിൽ ഇന്ത്യൻ മാരിഗോൾഡ് പടർന്നു കയറുന്നതിൽ ദേഷ്യപ്പെട്ട് പിറുപിറുക്കുന്ന മുത്തച്ഛനെയോ നോക്കിയിരിക്കും. സാധാരണയായി ഞാൻ ആൽമരത്തിലിരിക്കുമ്പോൾ ആശ്ചര്യകരമായി ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക ദിവസം ഉച്ചകഴിഞ്ഞ് വളരെ കാലം നീണ്ടുനിൽക്കുന്ന ഉദ്യോഗജനകമായ ഒരു സംഭവം ഉണ്ടായി. That was the time I saw a mongoose and a cobra fight to death in the garden, while I sat directly above them in the banyan tree. ഒരു കീരിയും മൂർഖൻ പാമ്പും മരണം വരെ പോരാടുന്ന ഒരവസരമായിരുന്നു അത്. ആ സമയം ഞാൻ ആൽമരത്തിൽ അവർക്ക് നേരെ മുകളിൽ ഇരിക്കുകയായിരുന്നു. It was an April afternoon, and the warm breezes of approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim, when I saw a huge black cobra gliding out of the clump of cactus and making for some cooler part of the garden. At the same time, a mongoose emerged from the bushes and went straight for the cobra. അത് ഏപ്രിൽ മാസത്തെ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. വരാൻ പോകുന്ന വേനൽക്കാലത്തിൻ്റെ ചൂടുകാറ്റ് മുത്തശ്ശനെ ഉൾപ്പെടെ എല്ലാവരെയും വീടിനുള്ളിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. ഉറക്കം വന്നതുകൊണ്ട് വീടിന് പുറകിലുള്ള കുളത്തിൽ ഒന്ന് മുങ്ങിക്കുളിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ആ വലിയ കരിമൂർഖൻ കള്ളിമുൾ പടർപ്പിനിടയിൽ നിന്ന് ഇഴഞ്ഞു വന്ന് തോട്ടത്തിലെ കൂടുതൽ തണുപ്പുള്ള സ്ഥലം തേടിപ്പോകുന്നത് കണ്ടത്. അതേസമയം കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് ഒരു കീരി പുറത്തു വന്ന് മൂർഖന് നേരെ തിരിഞ്ഞു. In a clearing beneath the tree in bright sunshine they came face to face. മരത്തിനിടയിലെ ഒരു തെളിഞ്ഞ സ്ഥലത്ത് തെളിഞ്ഞ സൂര്യപ്രകാശത്തിൽ അവർ മുഖാമുഖം നിന്നു. Cobra knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. But the cobra was skillful and experienced fighter too. He could move swiftly and strike with the speed of light, and sags behind his long, sharp fangs were full of deadly venom. 3 അടി നീളമുള്ള ചാരനിറക്കാരൻ കീരി ബുദ്ധിമാനും ആക്രമണകാരിയുമായ ഒന്നാന്തരം പോരാളിയാണെന്ന് മൂർഖന് അറിയാമായിരുന്നു. മൂർഖനും മോശക്കാരനൊന്നുമല്ല, സമർത്ഥനും പരിചയസമ്പന്നനുമായ ഒരു പോരാളിയാണ്. വളരെ വേഗം ചലിക്കാനും മിന്നൽ വേഗത്തിൽ ആക്രമിക്കാനും അവന് കഴിയുമായിരുന്നു. അവൻ്റെ നീളമുള്ള കൂർത്ത പല്ലുകൾക്കു പിന്നിലുള്ള സഞ്ചികളിൽ മാരകമായ വിഷം നിറഞ്ഞിരുന്നു. It was to be a battle of champions. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad, spectacled hood. The mongoose bushed his tail. The long hair on his spine stood up. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. ഇത് 2 ചാമ്പ്യന്മാർ തമ്മിലുള്ള യുദ്ധമാണ്. വെല്ലുവിളിയുടെ രീതിയിൽ 2ആയി പിരിഞ്ഞ നാവ് അകത്തേക്കും പുറത്തേക്കും പായിച്ച് 6 അടി നീളമുള്ള തൻ്റെ ശരീരത്തിൽ 3 അടിയോളം തറയിൽ നിന്നുയർത്തി വിശാലമായ കണ്ണാടി അടയാളമുള്ള പത്തി വിടർത്തി മൂർഖൻ നിന്നു. കീരി തൻ്റെ വാൽ വിടർത്തി. അവൻ്റെ മുതുകത്തെ നീളമുള്ള രോമം ഉയർന്നു വന്നു. മറ്റുള്ളവർക്ക് മാരകമായേക്കാവുന്ന ദംശനങ്ങളിൽ നിന്ന് മുൻകാലങ്ങളിൽ അവനെ രക്ഷിച്ചത് അവൻ്റെ രോമത്തിൻ്റെ കട്ടിയായിരുന്നു. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of the
two other spectators. ആൽമരത്തിലെ എൻ്റെ സാന്നിധ്യം 2 പോരാളികളും അറിഞ്ഞിരുന്നില്ലെങ്കിലും മറ്റ് 2 കാഴ്ചക്കാരുടെ വരവ് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. One was a miner and other a jungle crow. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. ആ കാഴ്ചക്കാർ ആരൊക്കെയായിരുന്നു എന്നറിയാമോ? ഒരു കാക്കയും ഒരു മൈനയും. ഈ യുദ്ധത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവർ കണ്ടിരുന്നു. മത്സരത്തിൻ്റെ ഫലം അറിയാനായി അവർ കള്ളിമുൾ ചെടിയിൽ ഇരിപ്പുറപ്പിച്ചു. Cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. മൂർഖൻ ഇങ്ങനെ പ്രതിരോധിക്കാനായി നിൽക്കുകയാണ്. സാവധാനം ഇങ്ങനെ ഇരുവശങ്ങളിലേക്കും അവൻ്റെ തല ചലിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഒരു തെറ്റിദ്ധാരണയ്ക്ക് വേണ്ടിയാണ് അവൻ ഈ ശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷേ തൻ്റെ എതിരാളിയുടെ ശക്തിയും നിർവികാരമായ ഇമ ചിമ്മാത്ത കണ്ണുകളുടെ ശക്തിയും കീരിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ആ കണ്ണുകളെ നേരിടാൻ അവൻ തയ്യാറായില്ല. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. Immediately the cobra struck. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. പകരം അവൻ പാമ്പിൻ്റെ പത്തിയുടെ തൊട്ട് താഴെയുള്ള ഒരു ബിന്ദുവിലേക്ക് നോട്ടം ഉറപ്പിച്ച് ആക്രമണം ആരംഭിച്ചു. പെട്ടെന്ന് മുന്നോട്ട് കുതിച്ചു. പാമ്പിന് എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിന് തൊട്ടടുത്തെത്തി ഒരു വശത്തേക്ക് അവൻ ഒരു വ്യാജ ആക്രമണം നടത്തി. പെട്ടെന്ന് പാമ്പ് ആഞ്ഞു കുത്തി. പക്ഷേ അവൻ്റെ വലിയ പത്തിക്ക് താഴ്ന്നുള്ള വരവ് കണ്ടപ്പോൾ ഒന്നിനും കീരിയെ രക്ഷിക്കാനാകില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. എന്നാൽ ആ കുഞ്ഞൻ കീരി ഭംഗിയായി ഒരു വശത്തേക്ക് ചാടി മാറി. പാമ്പിൻ്റെ അതേ വേഗത്തിൽ പാഞ്ഞു കയറി ചെന്ന് പാമ്പിൻ്റെ മുതുകിൽ കടിച്ചിട്ട് വീണ്ടും പിടികൊടുക്കാതെ അകലേക്ക് ഓടിമാറി. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. പാമ്പ് കീരിയെ ആക്രമിച്ച അതേ സമയത്ത് കാക്കയും മൈനയും കൂടി പാമ്പിന് നേരെ ചെന്നു. അതിവേഗം പറന്നിങ്ങനെ ചെന്നു. പക്ഷേ അവർ തമ്മിൽ കൂട്ടിയിടിക്കുകയും ചെയ്തു. പിന്നെ അവർ അവരുടെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് പോയിരിക്കുകയും ചെയ്തു. A few drops of blood glistened on the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other instead, and returned shrieking to the safety of the cactus. കുറച്ച് രക്തത്തുള്ളികൾ പാമ്പിൻ്റെ പുറത്തിങ്ങനെ മിന്നിത്തിളങ്ങി കാണാമായിരുന്നു. പാമ്പ് പിന്നെയും ആക്രമിച്ചു. പക്ഷേ ലക്ഷ്യം കണ്ടില്ല. കീരി വീണ്ടും ഒരു വശത്തേക്ക് കുതിച്ച് മുന്നോട്ട് ചാടി കടിച്ചു. വീണ്ടും പക്ഷികൾ പാമ്പിന് നേരെ ചെന്നു. പിന്നെയും കൂട്ടിയിടിച്ചു. കള്ളിമുൾ ചെടിയുടെ സുരക്ഷയിലേക്ക് പിന്നെയും മടങ്ങിയവർ. The third round followed the same course as the first, but with one dramatic difference. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark.
The myna flew on and reached its perch, but the cobra tried to pull up in mid-air and turned back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crossbody. I saw the bird flung nearly 20 feet across the garden, where, after fluttering about for a while, it lay still. The myna remained on the cactus plant, very wisely refrained from interfering again. മൂന്നാമത്തെ ഊഴവും ഒന്നാമത്തേതുപോലെ തന്നെയായിരുന്നു. എന്നാൽ വളരെ നാടകീയമായ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. മൈനയും കാക്കയും ഈ സംഭവത്തിൽ പങ്കെടുക്കാൻ ഇപ്പോഴും തീരുമാനിച്ചിരിക്കുകയാണ്. അവർ പാമ്പിന് നേരെ താഴ്ന്നു പറന്നു. പക്ഷേ ഇപ്രാവശ്യം അവർ പരസ്പരം കൂട്ടിയിടിച്ചില്ല. അവരുടെ ലക്ഷ്യം തെറ്റുകയും ചെയ്തു. മൈന മുന്നോട്ട് പറന്ന് അതിൻ്റെ ഇരിപ്പിടത്തിൽ തന്നെ എത്തി. കാക്ക പറക്കൽ നിർത്താനും തിരികെ പോകാനും ശ്രമിച്ചു. ഇത് ചെയ്യാനുള്ള ശ്രമത്തിൽ ആ നിമിഷത്തിൽ പാമ്പ് തൻ്റെ തല ആഞ്ഞു വീശി ശക്തമായി കാക്കയെ ആക്രമിച്ചു. ഒരു ചെറിയ ശബ്ദത്തോടെ പാമ്പിൻ്റെ തലയുടെ മുൻഭാഗം കാക്കയുടെ ശരീരത്തിൽ പതിച്ചു. ഏതാണ്ട് 20 അടിയോളം തോട്ടത്തിലൂടെ കാക്ക തെറിക്കുന്നത് ഞാൻ കണ്ടു. അല്പനേരം ചിറകടിച്ചിട്ട് അത് നിശ്ചലമായി. വീണ്ടും ഇടപെടാനില്ലെന്ന് ബുദ്ധിപൂർവ്വം തീരുമാനിച്ച് മൈന കള്ളിമുൾ ചെടിയിൽ തന്നെ ഇരിക്കുന്നു. The cobra was weakening, and the mongoose, walking fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. The cobra writhed and lashed about the frightening manner, and even coiled itself about the mongoose, but all to no avail. The little fellow hung grimly on until the snake had ceased to struggle. He then smelt along its quivering length and, gripping it round the hood, dragged it into the bushes. The myna dropped cautiously to the ground, hovered about, peered to the bushes from a safe distance, and then, with a shrill cry of congratulation, flew away. മൂർഖൻ ക്ഷീണിതനായിക്കൊണ്ടിരിക്കുകയാണ്. കീരി നിർഭയം മൂർഖൻ്റെ അടുത്തെത്തി. അവൻ്റെ കുറിയ കാലുകളിൽ ഉയർന്നു നിന്ന് മിന്നൽ വേഗത്തിൽ ഒരു കടിയിലൂടെ ആ വലിയ പാമ്പിൻ്റെ തല അവൻ്റെ വായ്ക്കുള്ളിലാക്കി. പാമ്പ് പേടിച്ച് പുളയുകയും വളയുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് കീരിയെ ചുറ്റി വരിഞ്ഞെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. പാമ്പിൻ്റെ പിടയൽ അവസാനിക്കുവോളം ആ ചെറുജീവി ശക്തമായി കടിച്ചു തൂങ്ങി. പിന്നീട് അവൻ ആ വിറയ്ക്കുന്ന ശരീരം ഉടനീളം മണത്തു നോക്കി. പത്തിയുടെ ചുറ്റും കടിച്ചു പിടിച്ചുകൊണ്ട് കുറ്റിക്കാട്ടിലേക്ക് അതിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. മൈന ശ്രദ്ധാപൂർവം നിലത്തിറങ്ങി അല്പനേരം തത്തി നടന്നു. സുരക്ഷിതമായ അകലത്തിൽ നിന്ന് കുറ്റിക്കാട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി. പിന്നീട് അഭിനന്ദനത്തിൻ്റെ കാതു തുളയ്ക്കുന്ന ഒരു ചിലക്കലോടെ ദൂരേക്ക് പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. He was pleased that the mongoose had won. He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with scraps from the kitchen. He had never tried taming it, because wild mongoose was useful than a domesticated one. പിന്നെ ഞാനും ശ്രദ്ധാപൂർവം മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. വീട്ടിലെത്തി ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം മുത്തച്ഛനോട് പറഞ്ഞു. കീരി ജയിച്ചതിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനായി. പാമ്പുകളെ അകറ്റാൻ തോട്ടത്തിൽ വളരുവാൻ അദ്ദേഹം അവനെ പ്രേരിപ്പിച്ചിരുന്നു. അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങൾ പതിവായി അവന് കൊടുക്കാറുമുണ്ടായിരുന്നു. അദ്ദേഹം അതിനെ ഇണക്കാൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. കാരണം കാട്ടിലെ കീരിയാണ് വളർത്തുകീരിയേക്കാൾ പ്രയോജനകരം. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house, but he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes
away from the house. ആൽമരത്തിൽ ഇരുന്നു കൊണ്ട് തോട്ടത്തിൻ്റെ 4 മൂലകളിലും ചുറ്റി നടക്കുന്ന കീരിയെ ഞാൻ പലപ്പോഴും കണ്ടിരുന്നു. ഒരിക്കൽ അവൻ്റെ വായിൽ ഒരു മുട്ട കാണാനിടയായി. അവൻ കോഴിക്കൂട്ടിൽ എത്തിയിരുന്നുവെന്ന് മനസ്സിലായി. പക്ഷേ അവൻ കോഴികളെ ഉപദ്രവിച്ചില്ല. പാമ്പുകളെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നതുകൊണ്ട് അവനോട് മുത്തശ്ശി ക്ഷമിക്കുമായിരുന്നു. The banyan tree was also setting for what we were to call the strange case of the grey squirrel and the white rat. The white rat was grandfather's. He had bought it from the bazaar for 4 annas. But I would often take it with me into the roots and branches of the old banyan tree, where it soon struck up a friendship with one of the squirrels. They would go off together on little excursion among the branches. തവിട്ട് നിറമുള്ള അണ്ണാൻ്റെയും വെളുത്ത എലിയുടെയും വിചിത്രമായ സംഭവമെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്ന കാര്യത്തിൽ പശ്ചാത്തലം ആൽമരമായിരുന്നു. വെള്ള എലി മുത്തച്ഛൻ്റേതായിരുന്നു. ചന്തയിൽ നിന്ന് 4 അണയ്ക്ക് അദ്ദേഹം വാങ്ങിയതായിരുന്നു അതിനെ. ഞാനിതിനെ പലപ്പോഴും ആൽമരത്തിൻ്റെ വേരുകളിലേക്കും ശാഖകളിലേക്കും കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. അവിടെ അവൻ ഒരു അണ്ണാനുമായി പെട്ടെന്ന് ചെങ്ങാത്തത്തിലായി. വൃക്ഷ ശിഖരങ്ങളിലൂടെ അവർ ചെറിയ ഉല്ലാസയാത്രകൾ നടത്തിയിരുന്നു. Then the squirrel started building a nest. At first she tried building it in my pockets, and when I went indoors and changed my clothes, I would find straw and grass falling out. Then one day grandmother's knitting was missing. We hunt for it everywhere, but without success. Next day I saw something glinting in the hole in the banyan tree. Going up to investigate, I saw that it was the end of the grandmother's steel knitting needle. On looking further, I discovered that the hole was crammed with knitting, and amongst the wool were 3 baby squirrels, all of them white. അണ്ണാൻ കൂട് നിർമ്മിക്കാൻ ആരംഭിച്ചു. ആദ്യം എൻ്റെ പോക്കറ്റിനുള്ളിൽ കൂടുകൂട്ടാനാണ് ശ്രമിച്ചത്. ഞാൻ വീട്ടിലെത്തി വസ്ത്രം മാറുമ്പോൾ കച്ചിയും പുല്ലും താഴെ വീഴുന്നതും കാണുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുത്തശ്ശിയുടെ തയ്ച്ചു കൊണ്ടിരുന്ന തുണി നഷ്ടപ്പെട്ടതായി കാണപ്പെട്ടു. അടുത്ത ദിവസം ആൽമരത്തിൻ്റെ പൊത്തിൽ എന്തോ തിളങ്ങുന്നതായി ഞാൻ കണ്ടു. സൂക്ഷ്മ പരിശോധനയിൽ അത് മുത്തശ്ശിയുടെ തയ്യൽ സൂചിയുടെ അഗ്രമാണെന്ന് കണ്ടു. വീണ്ടും നോക്കിയപ്പോൾ ആ ദ്വാരം മുഴുവൻ തയ്യൽ തുണികൾ കുത്തി നിറച്ചതായി കാണപ്പെട്ടു. ആ കമ്പിളി തുണി തുണ്ടുകൾക്കിടയിൽ 3 അണ്ണാൻ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 3ഉം വെള്ള നിറത്തിലുള്ളത്. Grandfather had never seen white squirrels before, and we gazed at them in wonder. We were puzzled for some time, but when I mentioned the white rat's frequent visits to the tree, Grandfather told me that the rat must be the father. Rats and squirrel were related to each other, he said, and so it was quite possible for them to have offspring, in the case white squirrels. ഇതിനു മുൻപ് മുത്തച്ഛൻ വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അത്ഭുതത്തോടെ അവയെ നോക്കി നിന്നു. അല്പനേരത്തേക്ക് ഞങ്ങൾ വിസ്മയിച്ചു പോയി. പക്ഷേ വെള്ള എലിയുടെ ഇടയ്ക്കിടെയുള്ള ആൽമര സന്ദർശനം ഞാൻ സൂചിപ്പിച്ചപ്പോൾ ആ വെള്ള എലിയായിരിക്കാം ഇവരുടെ അച്ഛൻ എന്നും മുത്തശ്ശൻ പറഞ്ഞു. എലികളും അണ്ണാന്മാരും പരസ്പരം ബന്ധമുള്ളവയാകയാൽ അവയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക തികച്ചും സാധ്യമാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഈ സംഭവത്തിൽ വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങൾ ജനിച്ചു. ഇതോടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. ഇത് വളരെ രസകരമായ ഒരു കഥയായിരുന്നു അല്ലേ? പ്രകൃതിയിൽ നടക്കുന്ന വ്യത്യസ്തമാർന്ന കുറെ കാര്യങ്ങളാണ് റസ്കിൻ ബോണ്ട് ഇതിലൂടെ നമ്മളിലേക്ക് പങ്കുവച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.